നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പുതുറക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ലക്കോട്ടപ്പം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലക്കോട്ടപ്പം എന്നുള്ള ആ പേര് കേൾക്കുമ്പം പലർക്കും അറിയുമെന്ന് അറിയില്ല. ഈ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം പരിപാടിക്ക് കവറിലിട്ട് കാശ് കൊടുക്കും. എല്ലാ സൈഡിലേക്കും ഉണ്ടോയെന്ന് അറിയില്ല, മലബാർ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കവറിനെയാണ് ലക്കോട്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കൊണ്ട് ഇതിനെ ലക്കോട്ടപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ലക്കോട്ടപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന്. നമുക്ക് ഇതിനു വേണ്ടി 2 നേന്ത്രപ്പഴം ആവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ആവി കയറ്റിയിട്ട് എടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. ആ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. 1 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ബാറ്റർ. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുള്ള പഴം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ഇത് ഉടച്ചു കൊടുക്കുന്നതിന് മുന്നേ ഈ നടുവിലുണ്ടാവില്ലേ കറുത്ത കുരു, അതൊന്ന് പോക്കിയെടുക്കാം. ഇത് അപ്പോൾ ഉടയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, ഇല്ലെങ്കിൽ ആ നാരിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതങ്ങ് മാറ്റാം. പിന്നെ ഇത് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. ഇതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് ചിരകിയ തേങ്ങ. ഒന്ന് തേങ്ങ ചെറുതായിട്ടൊന്ന് ആ വെള്ളം വൈകിയാ പറയില്ല, അതുപോലെ ആയി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ദോശ പോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി ഇവിടെ ചുട്ടെടുക്കാം. ഒരു പാൻ കേക്ക് എടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കൂട്ടുണ്ടല്ലോ, പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ കൂട്ട് കുറച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മടക്കി കൊടുക്കുവാണ്. 2 സൈഡും മടക്കി, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വരിക. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് വേണം. അതിനു വേണ്ടി നമ്മൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്.
ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള സിറപ്പ് ഇട്ടണം. അലിഞ്ഞ് കഴിഞ്ഞ് കുറച്ചൊന്ന് കുറുകി വരണം, അതുപോലെയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിച്ച പൊടി വേണമെന്നില്ല, ഇങ്ങനെ ഏലക്ക ഇട്ട് കൊടുത്താലും മതി. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പം ഷുഗറൊക്കെ നല്ലപോലെ അലിഞ്ഞു, കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലക്കോട്ടപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്കോട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.